നെക്സ്റ്റ് നമുക്ക് അപ്ത്രസ്റ്റ് അല്ലെങ്കിൽ ബോയൻസി അല്ലെങ്കിൽ ലോ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അതിനെക്കുറിച്ച് നോക്കാം. നമ്മൾ പാസ്കൽസ് ലോ കണ്ടു. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രഷർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എല്ലാ പോർഷനിലും എല്ലാ ഔട്ട്ലെറ്റിലും ആ സെയിം പ്രഷറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതേമാതിരി തന്നെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബോയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബോഡി ഇങ്ങനെ ഉണ്ട്, ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഒരു ബോഡി ഉണ്ടെങ്കിൽ, ബോഡി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡോ അല്ലെങ്കിൽ പാർഷ്യലി ഇമേഴ്സ്ഡോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് താഴേക്കുണ്ട്. ബട്ട് ഓൾവേസ് ഈ വാട്ടർ അല്ലെങ്കിൽ ആ ലിക്വിഡ് ആ ബോഡിയിലൊരു അപ്വേർഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും, അപ്വേർഡ് ത്രസ്റ്റ്. അതിനെയാണ് ബോയൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലോ ഓഫ് ഫ്ലോട്ടേഷനിൽ നമ്മൾ അതാണ് കണ്ടുപിടിക്കുന്നത്. വെൻ an object is placed inside the liquid and upward force is acting on the body against the gravity. അപ്പോൾ അതിൻ്റെ വെയിറ്റ് താഴേക്ക് ഉണ്ടാവും. ബട്ട് ഈ ബോഡി, അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിനടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കുറവ് ഫീൽ ചെയ്യുന്നത്. കാരണം കുറേ ഭാഗമൊക്കെ ഈ വാട്ടർ താങ്ങും നമ്മുടെ കുറച്ച് പ്രഷർ. സോ വാട്ട് ഈസ് ദാറ്റ് അപ്വേർഡ് ത്രസ്റ്റ് ഓർ ബോയൻസി എന്ന് പറയുന്നത്? സോ ഇറ്റ് ഈസ് റോ ഫ്ലൂയിഡ് ഇൻറ്റു വോളിയം ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ജി. സോ ആ എം ജിൻ്റെ കൂടെ അതുകൂടെ കുറച്ച് കഴിയുമ്പോൾ ഉള്ള വെയിറ്റ് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് ഈസ് കോൾഡ് അവർ ബോയൻസി ഓർ അപ്വേർഡ് ത്രസ്റ്റ്. അപ്പം ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലോട്ടിങ്ങിൻ്റെ കേസ്, അതായത് ചിലപ്പോൾ ചില കേസിൽ ബോഡി ഇതുപോലെ തന്നെ കംപ്ലീറ്റ്ലി വെള്ളത്തിലോ എന്ത് വാട്ട് എവർ മേ ബി ദ ഫ്ലൂയിഡ് അതിനകത്ത് കംപ്ലീറ്റ്ലി താഴേക്ക് പോകും. ചില കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് വാട്ടർ ലെവലാണെങ്കിൽ അല്ലെങ്കിൽ ബോഡിയുടെ ലെവലാണെങ്കിൽ ഇത് ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യുന്ന കേസ് ഉണ്ടാകും. ചില കേസിൽ നമുക്ക് പകുതി വെള്ളത്തിലും പകുതി മുകളിലുമായിട്ട് നിൽക്കും, അല്ലേ? ഇത്രയും ഭാഗം വെള്ളത്തിനടിയിൽ, ഇത്രയും ഭാഗം വെള്ളത്തിന് മുകളിലുമായിരിക്കും. സോ ഇത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? നമുക്ക് വരുന്ന പ്രോബ്ലം ഐദർ ഇറ്റ് ഈസ് വാട്ട് ഈസ് ബോയൻസി, അതുപോലെ തിയറി ക്വസ്റ്റ്യൻ വരുമായിരിക്കും. സോ ദിസ് ഈസ് എ അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ് ഓൺ ദി ബോഡി വെൻ എ ബോഡി ഈസ് ഇമേഴ്സ്ഡ് ഇൻ ദ വാട്ടർ. ഏതെങ്കിലും ഒരു ബോഡി വെള്ളത്തിനകത്ത് വരുമ്പോഴത്തേക്കും ആ വെള്ളത്തിനകത്ത് പോകുമ്പോൾ അതിന് ഈ അപ്വേർഡ് ത്രസ്റ്റ് കൊടുക്കുന്നുണ്ട് വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ്. അതിനെയാണ് നമ്മൾ ബോയൻസി എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത് ആർക്കിമിഡീസ് ആണ്. സോ ദെയർ ഈസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ഈ അപ്വേർഡ് ത്രസ്റ്റ് എന്ന് പറയുന്നത്, സോ ഏതെങ്കിലും ഒരു ബോഡി വെള്ളത്തിനകത്ത് പോകുമ്പോൾ വാട്ട് ഈസ് ആക്ച്വലി നമുക്ക് എന്തായിരിക്കും ആ ഫോഴ്സ് കിട്ടുന്നത്? ആ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ വെയിറ്റ് എന്ന് പറയുന്നത് ഈ വെയിറ്റ് ഓഫ് വോളിയം ഓഫ് ദാറ്റ് ബോഡി, വെയിറ്റ് ഓഫ് ദ ലിക്വിഡ്. ഇത് വെള്ളത്തിലേക്ക് ഇനിഷ്യലി വാട്ടർ ലെവൽ ഇവിടെ ആയിരുന്നായിരിക്കും. ഇതിങ്ങനെ ഈ ബോഡി ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ വെള്ളം ഇത്രയും പൊങ്ങും. സോ ആ പൊങ്ങുന്ന ഈ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് എന്തുമാത്രം വെള്ളമാണ് പൊങ്ങിയത് അത്രയും വാട്ടറിൻ്റെ വെയിറ്റ് ആയിരിക്കും, വാട്ടറിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ വെയിറ്റ് ആയിരിക്കും ഈ അപ്വേർഡ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. സോ വെയിറ്റ് ഓഫ് ദാറ്റ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു റോ. സോ മാസ് ഓഫ് ഫ്ലൂയിഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു റോ ഓഫ് ഫ്ലൂയിഡ്. സോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എം ജി, മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ജി. സോ അതാണ് മാസ് ഓഫ് ഫ്ലൂയിഡിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു? റോ ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു വോളിയം ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ജി. അതാണിത്. അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദാറ്റ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. സോ അതാണ് ഈ പറയുന്ന റോ എഫ് ഇൻറ്റു വി എഫ് ഇൻറ്റു ജി. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഈ ബോഡിയുടെ ആ അപ്ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി ഈ വെള്ളത്തിലേക്ക് പോകുമ്പം എന്തുമാത്രം വാട്ടർ ആ ബോഡീൻ്റെ വോളിയം കൊണ്ട്, ആ ബോഡീൻ്റെ വെയിറ്റ് കൊണ്ട് ഡിസ്പ്ലേസ്ഡ് ആയി മുകളിലേക്ക് പൊങ്ങി, ആ വെയിറ്റ് ഓഫ് ദാറ്റ് വാട്ടർ ഈസ് അപ്ത്രസ്റ്റ് ഫോഴ്സ്. ആ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ എം ജി ആണ്. വെയിറ്റ് ഓഫ് ദിസ് വാട്ടർ ഈസ് എം ജി. ആ എം ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ജി, ആ എം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമുക്ക് റോ ഫ്ലൂയിഡ് ഇൻറ്റു വി ഓഫ് ഫ്ലൂയിഡ് എടുക്കാം. ഇനിയിപ്പോൾ കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഇൻറ്റു ജി, കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിൽ എന്ത് പറ്റും? അതിൻ്റെ വോളിയം, കംപ്ലീറ്റ് വോളിയവും ഇതിനകത്ത് വീണ് പോയല്ലോ. സോ വോളിയം ഓഫ് സോളിഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്താണ്? കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയിട്ടുള്ള കേസിൽ അത് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഈക്വൽ ടു റോ ഫ്ലൂയിഡ് ഇൻറ്റു വോളിയം ഓഫ് ഫ്ലൂയിഡും വോളിയം ഓഫ് സോളിഡും സെയിം ആയിരിക്കും. ആ കേസിൽ ജി ആയിരിക്കും അതിൻ്റെ അപ്ത്രസ്റ്റ്. ഓക്കെ, നമുക്കിനി കണ്ടീഷൻസ് ഓഫ് ഫ്ലോട്ടിങ് പറഞ്ഞു. നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ ചില കേസിൽ ബോഡി ഇങ്ങ് താഴേക്ക് പോകും. സോ റോ ഓഫ് ദിസ് വൺ ഈസ് എം ജി. ഇതാണല്ലോ നമ്മുടെ അപ്ത്രസ്റ്റ് എന്ന് പറയുന്ന റോ ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു വോളിയം ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ജി. വെയിറ്റ് ഓഫ് സോളിഡ് ഇങ്ങോട്ട് കിടപ്പുണ്ട്. സോ റോ സോളിഡ് ഇൻറ്റു വോളിയം ഓഫ് സോളിഡ് ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു റോ ഫ്ലൂയിഡ് ഇൻറ്റു വി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ജി.
ഇതാണല്ലോ, ഈ കണ്ടീഷനാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ഫ്ലൂയിഡിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് പറ്റും, അത് കംപ്ലീറ്റ്ലി താഴേക്കങ്ങ് മുങ്ങിപ്പോവും. പിന്നെ ചില കേസിൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, റോ സോളിഡ് ഈക്വൽ ടു റോ ഫ്ലൂയിഡ് ആണെങ്കിൽ എന്ത് പറ്റും, ഇതിങ്ങനെ പൊങ്ങിക്കിടക്കും. ജസ്റ്റ് ഫ്ലോട്ടിങ് കേസിലാണ് ഇത് വരുന്നത്. ഇനി ചില കേസിൽ ഇത് പാർഷ്യലി മുങ്ങിയും പാർഷ്യലി പൊങ്ങിയും കിടക്കും. ഇതൊക്കെയാണ് നമുക്ക് എക്സാമിന് വരാറുള്ളത്. സോ ദിസ് മച്ച് ഈസ് ഇത്രയുമാണ് എച്ച് അല്ലേ. ഇത് നമുക്ക് എച്ച് ഓഫ് ഫ്ലൂയിഡ് എന്ന് എടുക്കാം. ഇത് ടോട്ടൽ എച്ച് ഓഫ് സോളിഡ്. ചില കേസിൽ റോ സോളിഡ് ഈസ് ലെസ് ദാൻ റോ ഫ്ലൂയിഡിൻ്റെ കേസിൽ ഇതിങ്ങനെ കിടക്കും. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് എന്തുമാത്രമാണ് അത് കുറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഇത് കുറേ താഴേക്ക് പോകും, ചിലപ്പോൾ ഇത് കുറച്ച്, ചിലപ്പോൾ എച്ച് എഫ് ആയിരിക്കും കൂടുതൽ, ചിലപ്പോൾ എച്ച് എസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇത് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ കേസിൽ റോ ഓഫ് സോളിഡ് വിൻഡ് റോ വോളിയം ഓഫ് സോളിഡ് ഈസിക്കൽ റോ ഫ്ലൂയിഡ് ഇൻറ്റു വോളിയം ഓഫ് ഫ്ലൂയിഡ്. അപ്പം ഈ രണ്ട് കേസിലും നമുക്ക് ഏരിയ സെയിം ആയിരിക്കും, ഒരേ ഏരിയ അല്ലേ ഉള്ളത്. അതുകൊണ്ട് റോ സോളിഡ് ഇൻറ്റു ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് സോളിഡ്. ഹൈറ്റ് മാത്രമാണ് ഡിഫറെൻറ്റ്, ഏരിയ സെയിം ആയിരിക്കുമല്ലോ. സോ റോ ഫ്ലൂയിഡ് ഇൻറ്റു ഏരിയ ഓഫ് സോളിഡ് ഏരിയ ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു എച്ച് ഓഫ് ഫ്ലൂയിഡ്. അപ്പോൾ ഈ രണ്ട് ഏരിയ നമുക്ക് ക്യാൻസൽ ചെയ്യും. കാരണം ഈ ഒരു സെയിം ക്രോസ് സെക്ഷനാണ് ത്രൂ ഔട്ട് പോകുന്നത്. ഒരു ടാങ്ക്, ഒരു സിലിണ്ടർ ആണെങ്കിൽ സെയിം ക്രോസ് സെക്ഷനാണ് ഇതിനകത്തും ഇതിൻ്റെ താഴെ എൻ്റയർ ലെങ്ത്തിൽ. അങ്ങനത്തുള്ള കേസേ വരത്തുള്ളൂ. ഇത് ഡിഫറൻ്റ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഡിപ്പെൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ബട്ട് നോർമൽ കേസിൽ നമുക്കൊരു ക്യൂബോ അല്ലെങ്കിൽ ഒരു സിലിണ്ടറോ ഒക്കെ ആയിരിക്കും ഇതിനകത്ത് നിൽക്കുന്നത്. അത് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ടോട്ടൽ എൻ്റയർ ഏരിയ ഈസ് സെയിം. ഫ്ലൂയിഡിനകത്തുള്ള ഏരിയയും ഫ്ലൂയിഡിൻ്റെ പുറത്തുള്ള ഏരിയയും സെയിം ആയിരിക്കും. സോ ഏരിയ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ റോ എസ് ഇൻറ്റു എച്ച് എസ് ഈസ് ഈക്വൽ ടു റോ എഫ് ഇൻറ്റു എച്ച് എഫ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഹൈറ്റ് ഓഫ് സോളിഡ് എന്ന് വെച്ചാൽ ടോട്ടൽ ഹൈറ്റ് ആണ്, ഈക്വൽ ടു നമുക്ക് എച്ച് എസ് അല്ല വേണ്ട, എച്ച് എഫ് വേണം. ആ ഫ്ലൂയിഡിനകത്തുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ എസ് ഇൻറ്റു എച്ച് എസ് ഇൻറ്റു റോ ഓഫ് ഫ്ലൂയിഡ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ബേസിക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് യു റിമെമ്പർ ആ ഫ്ലൂയിഡിനകത്ത് എന്തുമാത്രം ഇത് മുങ്ങിയിരിക്കുന്നു എന്നുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ റോ സോളിഡ് ഇൻറ്റു ഹൈറ്റ് ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ റോ ഫ്ലൂയിഡ്. വെച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഇതുവരെ ഇതിനകത്ത് വന്നിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ അധികം പ്രോബ്ലം ഞാൻ കണ്ടിട്ടില്ല. ബട്ട് 2018 ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. എ ബോഡി പി ഫ്ലോട്ട്സ് ഇൻ വാട്ടർ വിത്ത് ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയം ഇമ്മേഴ്സ്ഡ്. ഒരു ബോഡി പി എന്ന് പറഞ്ഞൊരു ബോഡി വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഹാഫ് വോളിയമാണ് വെള്ളത്തിനടിയിലുള്ളത്. ഇമ്മേഴ്സ്ഡ് ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയം, ആ ബോഡിയുടെ ഹാഫ് വോളിയം വെള്ളത്തിനടിയിലാണ്. അനദർ ബോഡി, വേറൊരു ബോഡിയുണ്ട് ക്യൂ, ദാറ്റ് ഓൾസോ ഫ്ലോസ് ഇൻ എ ലിക്വിഡ്. അത് വെള്ളത്തിലല്ല, അനദർ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി. ആ ഡെൻസിറ്റി എത്ര? 3/4 ഓഫ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഡെൻസിറ്റീൻ്റെ 3/4 ഉള്ള വേറൊരു ലിക്വിഡിൽ വേറൊരു ബോഡി, ദാറ്റ് ഈസ് എ ബോഡി ക്യൂ, അത് ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്, അത് മുങ്ങിയിട്ടുണ്ട്. അതിലെന്താണ്? വിത്ത് 2/3 ഓഫ് ദ വോളിയം. അതിൻ്റെ 2/3, ആ ക്യൂവിൻ്റെ 2/3 വോളിയം വെള്ളത്തിനടിയിൽ പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് പി ടു ദാറ്റ് ഓഫ് ക്യൂ. അപ്പം നമുക്ക് തന്നേക്കുന്നത് പീൻ്റെ കേസിൽ എന്താ തന്നേക്കുന്നത്? പി ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയം ഇമേഴ്സ്ഡ്. അപ്പോൾ ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡെൻസിറ്റി ഓഫ് പി ടു ദാറ്റ് ഓഫ് ഡെൻസിറ്റി ഓഫ് സോളിഡ് പി ടു ദാറ്റ് ഓഫ് ഡെൻസിറ്റി ഓഫ് സോളിഡ് ക്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാവുന്ന ഫോർമുല എന്താ? ഡെൻസിറ്റി ഓഫ് സോളിഡ് ഇൻറ്റു വോളിയം ഓഫ് സോളിഡ് ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു, ജീനെ എഴുതണ്ടല്ലോ, ജി ഈസ് സെയിം, ദാറ്റ് അപ്ട്രസ് ഈസ് ഈക്വൽ ടു വെയിറ്റ്. സോ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു വോളിയം ഓഫ് ഫ്ലൂയിഡ്. അപ്പോൾ ഫസ്റ്റ് പീൻ്റെ കേസിൽ എന്താ പറയുക? ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയം ഇമ്മേഴ്സ്ഡ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സോളിഡ് നമുക്ക് അറിയത്തില്ല, വോളിയം ഓഫ് സോളിഡ് വി എസ് എന്ന് തന്നെ എടുക്കുക. പീൻ്റെ വോളിയം ഓഫ് സോളിഡ് ഓഫ് പി, ഡെൻസിറ്റി ഓഫ് സോളിഡ് ഓഫ് പി ഇൻറ്റു വോളിയം ഓഫ് സോളിഡ് പി. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി. വാട്ടറിലല്ലേ ആദ്യത്തെ ബോഡി ഇമേഴ്സ് ചെയ്തേക്കുന്നത്? ഇൻ വാട്ടറിലാണ്. വാട്ടർ നമുക്കറിയാം എന്താണ്? 1000, 1000. അതിൻ്റെ വാട്ടർ ഡെൻസിറ്റി അറിയാം. വോളിയം എത്രയാണ്? ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയം ഇമേഴ്സ്ഡ്. അപ്പോൾ വി ഓഫ് സോളിഡിൻ്റെ പകുതി വോളിയത്തിലാണ് ഫ്ലൂയിഡ് ഉള്ളത്. അതായത് ആ ബോഡിയുടെ പകുതി, ഇത് രണ്ടും ഹാഫ്. ടോട്ടൽ വി ആണെങ്കിൽ ഈ വോളിയം ബൈ 2, ഇവിടെയും വോളിയം ബൈ 2, പകുതി പകുതിയാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? വി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു, ഇഫ് വി ഓഫ് എഫ് എന്ന് പറയുന്നത് വി ഓഫ് എസിൻ്റെ വോളിയം ഓഫ് സോളിഡ് ഇൻ ദ കേസ് ഓഫ് പിൻ്റെ ബൈ 2 ആണ് ഇവിടുത്തെ കേസിൽ. സോ അതെങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയമാണ് ഇമേഴ്സ് ചെയ്തത്. അതുകൊണ്ട് ഇറ്റ് ഈസ് വി ഓഫ് എസ് പി ഡിവൈഡഡ് ബൈ 2.
ഇനി നമുക്ക് എന്ത് എഴുതാം? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം, എസ് പി ക്യാൻസൽ ചെയ്യാം. ഇത് രണ്ടും ചെയ്യുമ്പോൾ എത്ര വരും? 500. അപ്പോൾ നമ്മുടെ ഡെൻസിറ്റി ഓഫ് സോളിഡ്, ദാറ്റ് ഈസ് പി സോളിഡിൻ്റെ ഡെൻസിറ്റി നമുക്ക് എത്ര കിട്ടി? 500 kg/m³. അത് മനസ്സിലായെന്ന് കരുതുന്നു. കാരണം ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓർ mg ഈസ് ഈക്വൽ ടു ബോയൻറ്റ് ഫോഴ്സ്, mg വെയിറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ അപ്ത്രസ്റ്റ്. സോ അത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ദിസ് വൺ. ഇതിൻ്റെ കൂടെ ജി ഉണ്ട്, മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് നമുക്ക് റോ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം എടുക്കാം. അങ്ങനെയാണ് റോ എസ് ഇൻറ്റു പി എസ് എടുത്തേക്കുന്നത്. സോ ദിസ് ഈസ് നമ്മുടെ പിൻ്റെ ഡെൻസിറ്റി കിട്ടി. പി എന്ന് പറഞ്ഞാൽ സോളിഡിൻ്റെ ഡെൻസിറ്റി കിട്ടി. ഇനി ചോദിച്ചേക്കുന്നത് ക്യൂവിൻ്റെ. ക്യൂ എന്ത് ചെയ്തു? ക്യൂ വേറൊരു സാധനമാണ്, അത് വേറൊരു ലിക്വിഡിലാണ് ഇമേഴ്സ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ അതിൽ പറഞ്ഞേക്കുന്നത് 3/4 ഓഫ് ദ ഡെൻസിറ്റി. ഇതിൻ്റെ ഡെൻസിറ്റി അതായത് റോ ഓഫ് എസ് ക്യൂ വോളിയം ഓഫ് എസ് ക്യൂ ഇസ് ഈക്വൽ ടു റോ ഓഫ് എഫ് വോളിയം ഓഫ് ഫ്ലൂയിഡ്. ഇത് വേറെ ഡിഫറെൻറ്റ് ഫ്ലൂയിഡാണ്. റോ ഓഫ് എസ് ക്യൂ നമുക്കറിയത്തില്ല, ക്യൂവിൻ്റെ ഡെൻസിറ്റി നമുക്കറിയത്തില്ല. വോളിയം ഓഫ് ക്യൂ നമുക്ക് വി എസ് ക്യൂ തന്നെ എടുക്കാം. ദെൻ റോ ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താ തന്നേക്കുന്നത്? 3/4 ഓഫ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ 3/4 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 1000 എന്ന് തന്നിട്ടുണ്ട്. ഇനി എത്ര മാത്രമാണ് അത് മുങ്ങിക്കിടക്കുന്നത്? വോളിയം ഇമേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ 2/3 ഓഫ് ദ വോളിയം. 2/3 ഓഫ് ദ വോളിയവും ഇത് ടോട്ടൽ വോളിയം വി എസ് ക്യൂ ആണെങ്കിൽ 2/3 ആണ് മുങ്ങിക്കിടക്കുന്നത്. സോ 2/3 ഓഫ് എന്താണ്? വോളിയം ഓഫ് സോളിഡ് മുങ്ങിക്കിടക്കുന്നുണ്ട് വെള്ളത്തിനകത്തത്. സോ ഇതും ക്യാൻസൽ ചെയ്യാമല്ലോ. സോ വാട്ട് വിൽ ഗെറ്റ്? 3 ക്യാൻസൽ ചെയ്തു. എഗെയിൻ ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം 500 കിട്ടും. സോ ഹിയർ ഓൾസോ വിൽ ഗെറ്റ് ഡെൻസിറ്റി ഓഫ് ക്യൂ ഈസ് ഈക്വൽ ടു 500 kg/m³. സോ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? റോ ഓഫ് പി ഈസ് ടു റോ ഓഫ് ക്യൂ സോൾ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:1. രണ്ടും 500 എന്നല്ലേ? സോ ആൻസർ ഈസ് ബി. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇതിങ്ങനെ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഒരു ബോഡി ആയിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്തിരിക്കും. ഇത് പാർഷ്യലി ഇമേഴ്സ് ചെയ്തത് ഈ വെയിറ്റിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇത്രയും വോളിയം ഇത് വെള്ളത്തിന് ഡിസ്പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുന്നത് ബോയൻസി ഫോഴ്സ് വെച്ചിട്ട്, അല്ലെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. റോ എസ് ഇൻറ്റു വി എസ് ഇസ് ഈക്വൽ ടു റോ എഫ് ഇൻറ്റു വി എഫ്. അപ്പോൾ സോളിഡിൻ്റെ കേസിൽ നമ്മൾ കംപ്ലീറ്റ് ആ സോളിഡിൻ്റെ വെയിറ്റിനെ താങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് മാത്രമാണ് ഡിസ്പ്ലേസ്? ഫ്ലൂയിഡിൻ്റെ കേസിൽ നമ്മൾ ആ ഡിസ്പ്ലേസ് ചെയ്ത ആ ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ് മാത്രം എടുത്താൽ മതി. സോളിഡിൻ്റെ കേസിൽ ഫുൾ സോളിഡിൻ്റെ വോളിയമോ ഹൈറ്റോ ഏരിയോ എന്താണെന്ന് വെച്ചാൽ ഫുൾ എടുക്കണം, ഹൈറ്റ് എടുക്കണം. അപ്പോൾ ഇതേമാതിരി കേസ് ചിലപ്പം വോളിയത്തിന് പകരം നമുക്ക് ഹൈറ്റ് തരാം. ആ ഹൈറ്റ് തന്നാലും ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റ് ആണ്, 2 സ്റ്റെപ്പ് വന്നു. ബട്ട് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ ഈസ് സെയിം. ഹൈറ്റ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എച്ച് വെച്ച് എടുക്കുക, വോളിയമാണ് വരുന്നതെങ്കിൽ അങ്ങനെ എടുക്കുക. സോ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ബാക്കിയുള്ള വേറെ എക്സാംസിലൊക്കെ കണ്ടിരിക്കുന്നത് ഹൈറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കീമിൻ്റെ ഇത് തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ ഹൈറ്റ് വെച്ചിട്ടുള്ള വേറെ കോമൺ പ്രാക്ടീസ് പ്രോബ്ലംസ് കൂടെ ചെയ്യിപ്പിക്കാം. 2016 കീമിൽ ചോദിച്ച ഒരു പ്രോബ്ലമാണ്. എ സ്റ്റോൺ ഓഫ് ഡെൻസിറ്റി 2000 kg/m³. ഓക്കെ, ഒരു സ്റ്റോൺ ഉണ്ട്, അതിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 2000 kg/m³. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ഇൻ എ ലേക്ക്. ടു സിങ്ക് ഫ്രം റെസ്റ്റ്. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ അത് 0 ആയിരുന്നു, റെസ്റ്റിലായിരുന്നു. എന്നിട്ട് അത് താഴേക്ക് ഒരു ലേക്കിൽ, ഒരു തടാകത്തിലേക്ക് കല്ല് താഴേക്ക് താഴേക്ക് പോവുകയാണ്. ഇഫ് ദ എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ ഒന്നും അതിൽ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഇഫ് ദ എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് നെഗ്ലക്റ്റഡ്, ദെൻ ആഫ്റ്റർ 4 seconds ദ സ്റ്റോൺ വിൽ റീച്ച് അറ്റ് എ ഡെപ്ത് ഓഫ് 4 സെക്കൻഡിന് ശേഷം ഈ സ്റ്റോൺ എവിടെ എത്തും? അപ്പം നമുക്കറിയാം ഒരു ലേക്ക് ഉണ്ട്, ആ ലേക്കിലേക്ക് ഒരു കല്ല് റെസ്റ്റിൽ നിന്നും, ഇതൊരു കല്ലാണെന്ന് വിചാരിക്കുക, ആ കല്ല് റെസ്റ്റിൽ നിന്നും താഴേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ആഫ്റ്റർ 4 seconds വാട്ട് ഇറ്റ് വിൽ ബി? സോ ഇതൊരു ലേക്ക് അല്ല, എയറിലാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? അവർ ഇക്വേഷൻ ഈസ് പഴയ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് AT², അല്ലേ? നമ്മുടെ നോർമൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ്. ബട്ട് നോർമൽ വാട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ, ഇത് എയറിലാണ് താഴേക്ക് പോകുന്നതെങ്കിൽ എന്താണ് ഇതിൻ്റെ ഗ്രാവിറ്റി? ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ബട്ട് നമുക്കറിയാം വെള്ളത്തിലാണെങ്കിൽ എന്ത് പറ്റും? വെള്ളത്തിൻ്റെ ഒരു അത്രസ്റ്റ് മുകളിലേക്ക് ഉണ്ടാവും, അതുകൊണ്ട് ഈ എ ഇച്ചിരി കുറയും. അപ്പോൾ അന്നേരം എന്താണ് സംഭവിക്കുന്നത്? സോ റോ ഓഫ് സോളിഡ് ഇൻറ്റു വി ഓഫ് സോളിഡ് ഇൻറ്റു നമ്മൾ നേരത്തെ പഠിച്ചാണ് ആക്സിലറേഷൻ ഓഫ് സോളിഡ്. ആക്സിലറേഷൻ ഓഫ് സോളിഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ ഓഫ് സോളിഡ് എന്ന് പറയുന്നത് എന്ത് പറ്റും? റോ ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു
വി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ജി. ഇതാണ് ഇതിലേക്ക് കൊടുക്കുന്ന അപ്ത്രസ്റ്റ്. ഈ അപ്ത്രസ്റ്റ് കാരണം ഇതിൻ്റെ ആക്സിലറേഷൻ ഇത്തിരി കുറയും. സോ നമുക്ക് ഇതിൻ്റെ ആക്സിലറേഷൻ എത്രയാണ് കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു റോ ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു വി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ റോ ഓഫ് സോളിഡ് ഇൻറ്റു വി ഓഫ് സോളിഡ്. ഇനി ഇത് കംപ്ലീറ്റ്ലി ബോഡി ഇതിനകത്ത് ഇമേഴ്സ്ഡ് ആണെന്ന് താഴേക്കല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വോളിയം ഓഫ് സോളിഡും വോളിയം ഓഫ് ഫ്ലൂയിഡ് സെയിം ആയിരിക്കും. കാരണം ഈ വോളിയം ഇതിന് എന്തുമാത്രം വോളിയം ഉണ്ടോ അത്രയും വെള്ളത്തിനെയാണ് ആ സോളിഡ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടിൻ്റെയും വോളിയം സെയിം ആയിരിക്കും. നമുക്ക് വോളിയം ക്യാൻസൽ ചെയ്യാം. ഇനി റോ ഓഫ് ഫ്ലൂയിഡ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? റോ ഓഫ് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ലേക്കാണ്. അതുകൊണ്ട് റോ ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വെള്ളമായിരിക്കും. സോ ദാറ്റ് ഈസ് വി നോ 1000 kg/m³. ഇനി റോ ഓഫ് സോളിഡ് നമുക്ക് തന്നിട്ടുണ്ട്. റോ ഓഫ് സോളിഡ് ഗിവൺ. ഇറ്റ് ഈസ് റോ ഓഫ് സോളിഡ് ഗിവൺ അസ് എത്ര? 3000 kg/m³. ഇനി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ജി നമുക്കറിയാം. സോ ജി വി ആർ ടേക്കിംഗ് ഇറ്റ് as 10 m/s. 10 എടുക്കാമെന്ന് വിചാരിക്കാം. ബട്ട് അത് 9.8 ഒക്കെ എടുത്താൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ലെറ്റ് ഇറ്റ് ബി 10. റോ ഓഫ് ഫ്ലൂയിഡ് എത്രയാണ്? 1000 ഡിവൈഡഡ് ബൈ 3000 അല്ല 2000 ആണല്ലേ, 2000. സോ ഇറ്റ് ഈസ് 2000 ഇൻറ്റു 10. അപ്പോൾ 2. സോ ഇറ്റ് ഈസ് 5 m/s² ആണ് നമുക്ക് കിട്ടിയ ആക്സലറേഷൻ, ന്യൂ ആക്സലറേഷൻ. കാരണം ജി കുറഞ്ഞു, താഴെ ഈ അപ്ത്രസ്റ്റ് മുകളിൽ നിന്നുള്ളത് കൊണ്ട് ജി കുറഞ്ഞു. അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇത് വെച്ചിട്ട് നമ്മുടെ ന്യൂ ആക്സലറേഷൻ കണ്ടുപിടിക്കുക. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ സെയിം ഫോർമുല. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇനിഷ്യലി ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് അല്ലേ, എവിടെയോ റെസ്റ്റ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആയതുകൊണ്ട് നമുക്കറിയാം ദാറ്റ് ഇനിഷ്യൽ വെലോസിറ്റി ഈസ് 0. സോ ഇറ്റ് ഈസ് 0 + ½ ഇൻറ്റു എ എത്രയാണ് നമുക്ക് കിട്ടിയത്? 5. ടി എത്രയാണ് തന്നേക്കുന്നത്? ടി ഈസ് ഗിവൺ അസ് ആഫ്റ്റർ 4 സെക്കൻഡാണ് ചോദിച്ചേക്കുന്നത്. സോ ആഫ്റ്റർ 4 seconds വാട്ട് ഇറ്റ് വിൽ ബി? t² ഉണ്ട്, ടി ഇൻറ്റു ടി. സോ ജസ്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 അപ്പോൾ എത്ര ഇട്ടാ? 2 10 4. ഇറ്റ് ഈസ് 40 മീറ്റേഴ്സാണ് 4 seconds കഴിഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, നോ 40 seconds ഇസ് നോട്ട് ഗിവൺ, ബട്ട് ഓൾമോസ്റ്റ് അടുത്ത്. എനിക്കൊന്ന് 9.8 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. 9.8 ആണെങ്കിൽ ഇറ്റ് ഈസ് 4.6 വരും. അത് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 39.2. ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ. അതാണ് അത്രയും ഡിസ്റ്റൻസ് താഴേക്ക്. സോ സെയിം ഫോർമുല നമ്മൾ ഫസ്റ്റ് പഠിച്ച ഫോർമുലയാണ് S=UT + ½ AT². അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബട്ട് സിൻസ് ഇറ്റ് ഈസ് ഇൻസൈഡ് ദ വാട്ടർ, ആ അപ്ത്രസ്റ്റ് ഉണ്ട്. അപ്ത്രസ്റ്റ് കാരണം ജി കുറയും. എന്തുമാത്രം കുറയും എന്നുള്ളത് നമ്മുടെ ബേസിക് ഫോർമുല വെച്ചിട്ട് ρS × VS × ആക്സലറേഷൻ = ρF × VF × G വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത്. നോർമലി നമ്മൾ പകുതിക്ക് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതും ജീന്ന് തന്നെ എടുത്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അന്നേരം വേറെ ആക്സലേഷൻ കാണിക്കത്തില്ല. ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടും ജി എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നതാണ്. ബട്ട് ഇവിടെ നമ്മൾ ആക്സലേഷൻ ഇച്ചിരി അവർ പറഞ്ഞേക്കുന്നത് എന്താണ്? 4 seconds കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഫ്ലോട്ട് ചെയ്യുന്ന കേസല്ല, കംപ്ലീറ്റ്ലി താഴേക്ക് പോകുന്ന കേസാണ്. താഴേക്ക് അങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കുറഞ്ഞ ആക്സലേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീം ലൈൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ, അതിനെക്കുറിച്ചൊക്കെ ഇതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇഫ് ദ ഫ്ലോ ഈസ് എ സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ അതിനകത്തുള്ള ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ ഫ്ലൂയിഡിൽ, ആ പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അത് മൂവ് ചെയ്യുന്ന ആ ഒരു പാത്ത്, ആ ഒരു ഒഴുക്കുണ്ടാവും, പുഴയിലോ അല്ലെങ്കിൽ ഒരു പൈപ്പിലോ എന്തെങ്കിലും ഒരു ഒഴുക്കുണ്ടാവും. സോ ഇൻ ദാറ്റ് ഫ്ലോ ഇഫ് ദാറ്റ് പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിളിനെ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. ആ സ്ട്രീം ലൈനിൽ ഇങ്ങനെ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. അതൊരു ലാമിനാർ ഫ്ലോ ആയിരിക്കും. അത് ഭയങ്കര വലിയ ശക്തിയിലൊന്നും അല്ലാതെ പോകുന്നത്, നോർമലായിട്ട് പോകുന്നു. ആ പാത്തിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അത് മാത്രം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാത്തിൽ. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ ഏത് പാർട്ടിക്കിൾ വന്നാലും, ഒരു പാർട്ടിക്കിൾ ഇവിടെയുണ്ട്, അടുത്ത പാർട്ടിക്കിൾ ഇവിടെയുണ്ട്, അടുത്ത പാർട്ടിക്കിൾ ഇവിടെയുണ്ട്, അടുത്തുണ്ട് ഇവിടെ അടുത്ത പാർട്ടിക്കിൾ ഇവിടെ, അടുത്ത പാർട്ടിക്കിൾ ഇവിടെ. അപ്പോൾ ഏത് പാർട്ടിക്കിൾ ഇങ്ങനെ വന്നാലും ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി v1 ആയിരിക്കും. ആ സെയിം പാർട്ടിക്കിൾ പക്ഷേ അത് വേറെ പോയിന്റിൽ, ഈ പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി v2. അപ്പോൾ ഡിഫറെൻറ്റ്, ഈ പാത്തിൽ ആ ഒരു പാർട്ടിക്കിളിൽ പല വെലോസിറ്റി എടുക്കാം. ബട്ട് ഏത് പാർട്ടിക്കിൾ, ഇപ്പോൾ എ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ, ബി എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ, സി എന്ന് പറഞ്ഞ എല്ലാ പാർട്ടിക്കിളും ഈ പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി v1 ആയിരിക്കും. ഈ പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി v2 ആയിരിക്കും. ഈ പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി v3 ആയിരിക്കും. ഓക്കെ,
സോ വെലോസിറ്റി ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളിന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എല്ലാ പാർട്ടിക്കിളിനും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സെയിം വെലോസിറ്റി ആയിരിക്കും. സോ അത് മാത്രം അങ്ങനെയുള്ള ചില വെലോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അറ്റ് എ ഗിവൺ പോയിന്റ് ഷുഡ് ബി കോൺസ്റ്റന്റ്. സോ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതൊക്കെ മിക്കവാറും തിയറി ആയിട്ടൊക്കെ വരുന്ന ഒരു തിയറി ആയിട്ട് വരുന്നത്. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോയിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അതൊക്കെ കുറച്ച് തിയറി ആയിട്ട് വരുന്നതായിരിക്കും. വേറെ പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രീം ലൈൻ ഫ്ലോ രണ്ടെണ്ണങ്ങൾ. അതുപോലെ ഈ സ്ട്രീം ലൈൻ ഫ്ലോ വളരെ അടുത്തടുത്തായിട്ട് ഇപ്പോൾ നമ്മളോടൊരു സ്ട്രീം ലൈൻ ഫ്ലോ വളരെ അടുപ്പിച്ചടുപ്പിച്ച് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നോക്കട്ടെ, ഇതിനകത്തൊരു ഡിസ്റ്റർബൻസ്, ഇടയ്ക്കൊരു ഒരു ഫ്ലോ ഇങ്ങനെ വന്നു, ഒരു ഡിസ്റ്റർബൻസ് ഇടയ്ക്ക് വന്നതെങ്കിൽ ബഹളോ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുവാണെങ്കിൽ എന്തെയും ഇങ്ങനെ ഒരു സ്ട്രീം ലൈൻ ഫ്ലോ വന്നുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിയുമ്പം ഇതിങ്ങനെ പോകാൻ പറ്റില്ല, ഇതിങ്ങനെ വരും അല്ലേ, ഇതിനങ്ങോട്ട് പോകാൻ പറ്റില്ല. സോ ഹിയർ ഓൾസോ ഇതിങ്ങനെ കറങ്ങി വരും, ഇത് വന്നിട്ട് അടുപ്പിച്ച് വരും, അടുത്തതും വന്ന് കുറച്ച് അടുപ്പിച്ച് വരും, പിന്നെ അത് നേരെ ആയിക്കോളും അല്ലേ, പിന്നെ അത് നേരെ പോകും. അപ്പോൾ ഇങ്ങനെ ചില കേസിൽ ഇവിടെ വന്ന് എന്താ, ഇവിടെ അത്യാവശ്യം ഗ്യാപ്പുണ്ട്, ഇവിടെ ഗ്യാപ്പ് കുറവാണ്. അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ ഇതിൻ്റെ നോർമൽ ഒരു വെലോസിറ്റി ആണെങ്കിൽ ഇവിടെ വരുമ്പം it is v2, it is v1, v2 is greater than v1. അപ്പോൾ ഇങ്ങനെ ഈ ലാമിനാർ ഫ്ലോ അടുപ്പിച്ച് ഈ സ്ട്രീം ലൈനെ അടുപ്പിച്ച് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ആ പോയിന്റിൽ വെലോസിറ്റി കൂടുതലായിരിക്കുന്നതാണ്, ഇവിടെ വെലോസിറ്റി കുറവായിരിക്കും. ഇതിങ്ങനെ അടുപ്പിച്ച് ഇവിടെ അടുപ്പിച്ചാണ് വരുന്നതെങ്കിൽ, വളരെ അടുപ്പിച്ചാണ് വരുന്നതെങ്കിൽ അതിന് വെലോസിറ്റി ആ പോയിന്റിൽ കൂടുതലാണ്. വളരെ അകന്നകന്നാണ് വരുന്നതെങ്കിൽ അതിന് വെലോസിറ്റി കുറവാണ്. ആ ഒരു കാര്യം ഓർത്താൽ മതി. പിന്നെ 2-3 കാര്യങ്ങൾ ഈ പ്രോപ്പർട്ടീസ്, പിന്നെ 2 എണ്ണം if they do so, the particle of the liquid at the point intersection will have 2 different directions. അപ്പം ഈ സ്ട്രീം ലൈനിൽ 2 എണ്ണം ഒരിക്കലും ക്രോസ് ചെയ്യത്തില്ല. 2 സ്ട്രീം ലൈൻ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങോട്ട് വന്ന് ഒരെണ്ണം ഇങ്ങോട്ട് വന്ന് അങ്ങനെ ക്രോസ് ചെയ്യത്തില്ല. അത് ഓർത്താൽ മതി. 2 സ്ട്രീം ലൈനിൻ്റെ പ്രോപ്പർട്ടീസ് ഓർത്താൽ മതി. അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് എല്ലാ പാർട്ടിക്കിൾസിനും സെയിം വെലോസിറ്റി ആയിരിക്കും. അതായത് ഈ എ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ സീൻ്റെ പാർട്ടിക്കിളിന് ഈ ഒരു പോയിന്റിൽ ഇതൊരു പാർട്ടിക്കിൾ ഈ പോയിന്റ് പി ആണെങ്കിൽ ആ പിയിൽ എല്ലാ പാർട്ടിക്കിൾസിനും വെലോസിറ്റീസ് v1 തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു പോയിന്റ് ക്യൂ ആണെങ്കിൽ ഈ ക്യൂവിൽ എല്ലാ പാർട്ടിക്കിളിനും വെലോസിറ്റി v2 ആയിരിക്കും. അതേപോലെ ഇതിൽ വന്നിട്ട് പി ക്യൂ ആർ പോയിന്റിൽ എല്ലാ പാർട്ടിക്കിളിനും വെലോസിറ്റി v3 തന്നെ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് സ്ട്രീം ലൈൻ ഇങ്ങനെ കൂട്ടിമുട്ടത്തില്ല. കാരണം കൂട്ടിമുട്ട് കഴിഞ്ഞാൽ വെലോസിറ്റി ഈസ് വെരി ഡിഫിക്കൽട്ട്, അത് ലാമിനാർ ഫ്ലോയിൽ വരത്തില്ല. സോ ഇനി പിന്നെ 2 എണ്ണത്തിൻ്റെ ഗ്യാപ്പ് അത്യാവശ്യം വലുതാണെങ്കിൽ വെലോസിറ്റി കുറവായിരിക്കും. വളരെ അടുപ്പിച്ച് ഇങ്ങനെ സ്ട്രീം ലൈൻ ഫ്ലോ അടുപ്പിച്ച് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ വെലോസിറ്റീസ് മോർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സ്ട്രീം ലൈൻ ഫ്ലോയിൽ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി അതിൻ്റെ തിയറിയൊക്കെ വരുവാണെങ്കിൽ. 1-2 കാര്യം കൂടി ഞാൻ ഇതുവരെ പ്രോബ്ലത്തിലൊന്നും കണ്ടിട്ടില്ല, എങ്ങാനും ഇനി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, ഒരു പർട്ടിക്കുലർ വളരെ ചെറിയ ഒരു സ്ലോ വെലോസിറ്റിയിൽ പോകുമ്പോഴാണ് നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ആ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ വെലോസിറ്റിയാണ്. അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റിക്ക് താഴെയാണെങ്കിൽ നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് പറയും. ക്രിട്ടിക്കൽ വെലോസിറ്റിയിലേക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ടർബുലൻ്റ് ആയിരിക്കും. കാരണം ചില കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ റിവറൊക്കെ നോർമൽ അത് സമതല പ്രദേശത്തിലൂടെ പോവുകയാണെങ്കിൽ ഇറ്റ് ഫ്ലോസ് നോർമലി നാച്ചുറലി, ബട്ട് ഭയങ്കര ഇങ്ങനെ ചാടി മുകളിൽ നിന്നൊക്കെ മലയിൽ നിന്നൊക്കെ താഴേക്കൊക്കെ വീഴുന്ന ഹൈലി ടർബുലൻ്റ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ സൈഡിൽ എഡ്ജിലൊക്കെ പാറയുണ്ടാവും, അതിലൊക്കെ തട്ടി തെറിപ്പിച്ച് ഭയങ്കര സ്പീഡിൽ ടർബുലൻ്റ് ആയിട്ട് നമുക്ക് തന്നെ പേടി തോന്നുന്ന ഒരു അവസ്ഥയിൽ ഈ റിവറൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് എന്താണ്, അത് ടർബുലൻറ്റ് ഫ്ലോ ആയിട്ട് മാറും. അതാണ് then the velocity is more than critical flow. ക്രിട്ടിക്കൽ വെലോസിറ്റി ആകുമ്പം ഇറ്റ് ബിക്കംസ് എന്താണ്, ടർബുലൻറ്റ് ഫ്ലോ ആവും. അപ്പോൾ കുറേയൊക്കെ ഈ എന്തെങ്കിലും ഒരു പാറയിലൊക്കെ തട്ടി ഇതിങ്ങനെ ഭയങ്കര ടർബുലൻസ് ഇതിനകത്ത് ഇങ്ങനെ വരും. ടർബുലൻസ് ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ ചുഴികളും അതും ഇതൊക്കെ വന്ന് നമ്മൾ പോകുന്നത് കണ്ടിട്ടില്ലേ. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് ബിക്കംസ് ടർബുലൻറ്റ് ഫ്ലോ. അപ്പോൾ നമ്മൾ റെനോൾഡ്സ് നമ്പർ നിങ്ങൾക്കിത് ഞാനങ്ങനെ വന്ന് കണ്ടില്ല, ബട്ട് സ്റ്റിൽ ഇഫ് സംതിങ് കംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ആ റെനോൾഡ്സ് നമ്പർ വെച്ചിട്ടാണ് നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ്, ലാമിനാർ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും. റെനോൾഡ്സ് നമ്പർ ഞാനൊന്ന് എഴുതിയേക്കാം, ρVd/η വിസ്കോസിറ്റി വെച്ചിട്ട്. സോ റെനോൾഡ്സ് നമ്പർ ഈസ് ഈക്വൽ ടു ρVd/η. അപ്പോൾ ഏതെങ്കിലും ഒരു ട്യൂബിലെയോ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയാണ് ഈറ്റ. സോ അതിന് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ളത്, ഇഫ് റെനോൾഡ്സ് നമ്പർ ലെസ് ദാൻ
ഇഫ് ദാറ്റ് റെനോൾഡ്സ് നമ്പർ ഈസ് ലെസ് ദാൻ 1000 ആണെങ്കിൽ ഇതെന്താണ്, അതൊരു ലാമിനാർ ഫ്ലോ ആയിരിക്കും. വെൻ ഇറ്റ് ബിക്കംസ് ഗ്രേറ്റർ ദാൻ 2000 ആകുമ്പം ഇറ്റ് ബിക്കംസ് ടർബുലൻറ്റ്. R ഈസ് ഗ്രേറ്റർ ദാൻ 2000, ഇറ്റ് ബിക്കംസ് ടർബുലൻറ്റ്, ഇറ്റ് ബിക്കംസ് ലാമിനാർ. സോ ഇതിന് ഇൻ ബിറ്റ്വീൻ കേസിൽ അത് ചിലപ്പം ഇൻ ബിറ്റ്വീൻ ചിലപ്പം ഐദർ ഇറ്റ് ബിക്കംസ് രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് അത് ഷോ ചെയ്യും. ഓക്കെ, നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, അതാണ് നമുക്ക് എപ്പോഴും പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളത്. കാരണം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഒരു ഇക്വേഷൻ ഓഫ് നമ്മളിപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം വരയ്ക്കാതെ ഒരു ഫ്ലോ ഉണ്ട്. അതിന് ഇവിടെ നമുക്ക് ഇവിടെ ഇച്ചിരി ഇതൊരു ലാമിനാർ, എല്ലാം നമ്മളിപ്പോൾ പറയുന്ന കേസസ് എല്ലാം ലാമിനാർ ഫ്ലോയിൻ്റെ കേസാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു A1 V1 A2 V2. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ലാമിനാർ ഫ്ലോ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും ഒരു പാർട്ടിക്കിൾ പോകുന്നത്, ഇവിടെ ഇങ്ങനെ പോകും പാർട്ടിക്കിൾ അല്ലേ. ബട്ട് ആ സെയിം പാർട്ടിക്കിൾ ഇവിടെ വരുമ്പോൾ എന്താകും, ഇച്ചിരി കുറയത്തില്ലേ അല്ലേ. ഈ ഗ്യാപ്പ് അത്യാവശ്യം വലുതാണ്, ഇവിടെ വരുമ്പം ഈ ഗ്യാപ്പ് ഇച്ചിരി കുറവാണ്. സോ എന്താ നമ്മൾ പറഞ്ഞത്, ഈ ലാമിനാർ ഫ്ലോ വളരെ അകത്തായിരിക്കുമ്പം വെലോസിറ്റി കുറവായിരിക്കും, ബട്ട് അടുപ്പിച്ച് വരുമ്പോൾ വെലോസിറ്റി കൂടുതലായിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇവിടെ ഏരിയ കൂടുതലാണ്, അതുകൊണ്ട് ലാമിനാർ ഫ്ലോയിൻ്റെ ആ ഫ്ലോയിൻ്റെ പാർട്ടിക്കിളിന് കുറച്ച് അകന്നാണ് ആ പാർട്ടിക്കിൾ സഞ്ചരിക്കുന്നത്. ബട്ട് വെൻ ഇറ്റ് ബിക്കംസ് ഏരിയ കുറയുമ്പോൾ എന്ത് പറ്റും, അത് അടുപ്പിച്ച് വരും, അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. A1 V1 ഈസ് ഈക്വൽ ടു A2 V2. ഒരുപാട് പ്രോബ്ലംസ് ഇത് വെച്ച് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഫ്ലോ തന്നിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് ലാമിനാർ ഫ്ലോയോ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ, അതല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ എങ്ങനെയാലും തന്നിരിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് ഉപയോഗിക്കാം. A1 V1 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ A1 V1 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ A2 V2. സോ ബേസിക്കലി ദിസ് ഈസ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വോളിയം ബൈ ടൈം. ഒരു സെക്കൻഡിൽ ഇതിൽ കൂടെ പോകുന്ന വാട്ടർ ഈ സെയിം ഇതിൽ കൂടെ പോകുന്ന വാട്ടർ. സോ Q ഇത് A ആണെങ്കിൽ Q at A ഈസ് ഈക്വൽ ടു Q at B. വോളിയം പെർ സെക്കൻഡ് പാസിങ് ത്രൂ എ പോയിൻറ്റ് A ഈസ് ഈക്വൽ ടു ഇതിന്ന് പുറത്തേക്ക് പോകുന്നത് വോളിയം അറ്റ് B പെർ സെക്കൻഡ്. അത് വെച്ചിട്ടാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് വോളിയം പെർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് A1 ഇൻറ്റു V1, ദെൻ ഇറ്റ് ഈസ് A2 ഇൻറ്റു V2. അപ്പോൾ ഇതിൽ വേറെ കൺഫ്യൂഷൻ എഴുതി വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. സോ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി A1 V1 ഈക്വൽ ടു A2 V2. നെക്സ്റ്റ് കീം 2025 ഒരു പ്രോബ്ലമാണ്. വാട്ടർ ഫ്ലോസ് അറ്റ് 3 meter per second. വാട്ടർ ഫ്ലോസ് അറ്റ് 3 meter per second. അങ്ങനെ എവിടെ വെച്ചു, ഓക്കെ, 3 meter per second ഇൻ എ ഹൊറിസോണ്ടൽ പൈപ്പ് അണ്ടർ എ പ്രഷർ പറഞ്ഞിട്ടുണ്ട് 2 × 10⁵. ഇനിഷ്യൽ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട് 3 meter per second, 2 × 10⁵. ദ പൈപ്പ് നാരോസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ഡയമീറ്റർ അറ്റ് ഇറ്റ്സ് എൻഡ്. അങ്ങനെയാണെങ്കിൽ ദ സ്പീഡ് ഓഫ് വാട്ടർ ഇൻ ദ നാരോ സെക്ഷൻ. അപ്പം ഹൊറിസോണ്ടൽ പൈപ്പ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ പൈപ്പാണ്. അതിൽ സ്റ്റാർട്ടിങ്ങിൽ എന്തോ ഒരു ഡയമീറ്റർ ഉണ്ടായിരുന്നു. ദെൻ ഇറ്റ് നാരോസ് ഡൗൺ ടു എന്താണ് ഒരു കുഞ്ഞ് ഡയമീറ്ററിലേക്ക് പോകുന്നത്. കുഞ്ഞല്ല, ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ഡയമീറ്റർ. സോ ഒറിജിനൽ ഡയമീറ്റർ നമ്മൾ D ആയിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ഡയമീറ്റർ. സോ ഇറ്റ് ബിക്കംസ് ഇത് 1 ആണ്, ഇത് 2 ആണെങ്കിൽ സോ D1 ഈക്വൽ ടു D, D2 ഈസ് ഈക്വൽ ടു D/2. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്, ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ഡയമീറ്റർ. എന്നിട്ട് ഇവിടുത്തെ വെലോസിറ്റി V1 ഈസ് ഈക്വൽ ടു 3 meter per second. We need to find the velocity at the second. So what is V2? ഇതാണ് ചോദിച്ചേക്കുന്നത്. സോ ഹൊറിസോണ്ടൽ പൈപ്പാണ്, ദർ ഇസ് നത്തിങ് ഈസ് ഗിവൺ, ഓൺലി പ്രഷർ തന്നിട്ടുണ്ട്, അണ്ടർ പ്രഷർ തന്നിട്ടുണ്ട്. അപ്പം ഹൊറിസോണ്ടൽ പൈപ്പ് ആയതുകൊണ്ട് ഇവിടുത്തെ പ്രഷറും അവിടുത്തെ പ്രഷറും ഒക്കെ സെയിം ആയിരിക്കും. സോ വി ഡോണ്ട് നീഡ് ടു, ഹൈറ്റും സെയിം ആയിരിക്കും. പ്രഷർ നമ്മളോട് ചോദിച്ചിട്ടില്ല, പ്രഷർ സെയിം എന്ന് പറയാൻ പറ്റില്ല. ഹിയർ വെലോസിറ്റി കുറവായതുകൊണ്ട് പ്രഷർ കൂടുതലായിരിക്കും. സോ വാട്ട് എവർ മേ ബി, പ്രഷർ നമ്മളോട് ചോദിച്ചിട്ടില്ല. വാട്ട് വി ആർ ആസ്കിങ് ഈസ് V2 കണ്ടുപിടിക്കണം. സോ വി നോ ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ചിട്ട്
A1 V1 ഈസ് ഈക്വൽ ടു A2 V2. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. വാട്ട് ഈസ് A1? A1 നമുക്കറിയാം π/4 ഇൻറ്റു D1 സ്ക്വയർ. D1 സ്ക്വയർ നമുക്ക് ഫസ്റ്റിലെ നമുക്ക് D എന്ന് തന്നെ അങ്ങോട്ട് എടുക്കാം. D ഇൻറ്റു V1 എത്രയാണ്? 3 ഇസ് D സ്ക്വയർ അല്ലേ? D സ്ക്വയർ ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു π/4 ഇൻറ്റു ഇവിടെ എത്രയാണ്? D എന്ന് പറഞ്ഞാൽ D/2 ആണ്. ഇത് മാത്രം നിങ്ങൾ ഓർക്കുക. ചിലപ്പോൾ അറിയാണ്ട് എവിടെയും ഈ സ്ക്വയർ എഴുതാൻ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇൻറ്റു V. π/4 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3D സ്ക്വയർ ഇസ് ഈക്വൽ ടു D സ്ക്വയർ ബൈ 2ൻ്റെ സ്ക്വയർ എത്ര? 4. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ സ്ക്വയർ എഴുതണം. ഇൻറ്റു V. D സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. V ഇസ് ഈക്വൽ ടു എത്രയാണ്? 4 3 12. 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ വെലോസിറ്റി. 12 മീറ്റർ പെർ സെക്കൻഡ്. സോ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ സ്ട്രീം ലൈൻ എന്തായിരിക്കും? ഇവിടെ സ്ട്രീം ലൈൻ കുറേയൊക്കെ അകന്ന് വരും. ഇവിടെ വരുമ്പോൾ സ്ട്രീം ലൈൻ വളരെ അടുപ്പിച്ചടുപ്പിച്ചാണ്. കാരണം ഇവിടെ ഏരിയ കൂടുതലുള്ളതുകൊണ്ട്. സോ ഹിയർ വെലോസിറ്റി കുറവായിരിക്കും. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ചാണെങ്കിൽ വെലോസിറ്റി ഈസ് മോർ. അപ്പോൾ ഏരിയ കുറയുന്നതനുസരിച്ച് വെലോസിറ്റി കൂടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. വെരി സിമ്പിൾ അല്ലേ? A1 V1 = A2 V2. ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ, അതായത് വെലോസിറ്റി ഇവിടെ ഡയമീറ്റർ കൂടുതൽ, അവിടേക്ക് വരുമ്പോൾ ഡയമീറ്റർ കുറഞ്ഞു വന്നു. സോ ഇൻ ദാറ്റ് കേസ് ഇഫ് യു നീഡ് ടു ഫൈൻഡ് ദ ഏരിയ തന്നിട്ടുണ്ട്, വെലോസിറ്റി ഒരിടത്ത് തന്നിട്ടുണ്ട്, അടുത്തടുത്ത ഏരിയ തന്നിട്ടുണ്ട്, അടുത്തടുത്ത വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഫോമിൽ A1 V1 = A2 V2. വെരി സിമ്പിൾ ഇക്വേഷൻ. നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 2025 വന്ന ഒരു പ്രോബ്ലമാണ്. നെക്സ്റ്റ് കീം 2020 ഒരു പ്രോബ്ലമാണ്. വാട്ടർ ഫ്ലോസ് ത്രൂ എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് ഡയമീറ്റർ 2 സെൻറ്റിമീറ്റർ അറ്റ് എ സ്പീഡ് ഓഫ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. എല്ലാ സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. 2 സെൻറ്റിമീറ്റർ ഡൈ ഉണ്ട്, 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ വെലോസിറ്റി സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, ദ പൈപ്പ് ഹാസ് എ നോസിൽ. പൈപ്പിൻ്റെ അറ്റത്ത് ഒരു ചെറിയ നോസിലുണ്ട് ഓഫ് ഡയ. അതിൻ്റെ ഡയ 0.5 ആണ്, സെൻറ്റിമീറ്റർ ആണ് അറ്റ് ഇറ്റ്സ് എൻഡ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് വാട്ടർ എമർജിങ് ഫ്രം ദ നോസിൽ. അപ്പോൾ ഇങ്ങനൊരു പൈപ്പുണ്ട്. പൈപ്പിൻ്റെ സ്റ്റാർട്ടിങ് ഡയ ഈസ് ഈക്വൽ ടു എത്രയാണ്? D1 ഈസ് 2 സെൻറ്റിമീറ്റർ. എല്ലാ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് സെൻറ്റിമീറ്റർ തന്നെ എഴുതാം. നോർമലി നിങ്ങൾ ശ്രദ്ധിക്കണം, സെൻറ്റിമീറ്റർ പറഞ്ഞാൽ മീറ്ററിലൊക്കെ ആണെങ്കിൽ ബെറ്റർ ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു മീറ്റർ ആണ്. ബട്ട് ഇവിടെ നമുക്ക് ഈസി എല്ലാ സെൻറ്റിമീറ്ററിലായതുകൊണ്ട് ഇങ്ങനെ എഴുതാം. സോ B1 ഈസ് ഈക്വൽ ടു 3 അല്ലേ? 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു കുഞ്ഞ് നോസിലുണ്ട്. ഇങ്ങനെ വെള്ളം ചീറ്റാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് നോസിലുണ്ട്. അവിടെ കൂടെ വെള്ളം പോകുന്നത്, ഇതിൻ്റെ നോസിലിൻ്റെ ഡയമീറ്റർ D2 എന്ന് പറയുന്നത് 0.5 സെൻറ്റിമീറ്റർ. സോ ഇവിടുത്തെ സ്പീഡ് ഓഫ് നോസിലാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്, ഇത്ര നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് ആസ് പെർ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി we know that A1 V1 is equal to A2 V2. So A1 എത്രയാണ്? π/4 ഇൻറ്റു D1 സ്ക്വയർ. സോ 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു 0.5 സ്ക്വയർ ഇൻറ്റു V2. സോ π/4 ക്യാൻസൽ ചെയ്യാം. V2 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 0.5 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2 ഇൻറ്റു 2 0.5 ഇൻറ്റു 0.5 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു പോയിൻറ്റ് മാറ്റാൻ വേണ്ടി 10 ഇൻറ്റു 10 മുകളിൽ കൊടുക്കാം. താഴെ അങ്ങനെ തന്നെ 5 ഇൻറ്റു 5. സോ 2 10, 2 10, 4 16. സോ ഇറ്റ് ഈസ് 16 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ അല്ല, സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 16 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇവിടുത്തെ വെലോസിറ്റി. ഇറ്റ് ഈസ് 16 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ, വെലോസിറ്റി ഇവിടെ ഡയമീറ്റർ കൂടുതലാണ്, വെലോസിറ്റി കുറവാണ്. ഇവിടെ ഡയമീറ്റർ കുറവാണ്, വെലോസിറ്റി ഹൈ. വെലോസിറ്റിയിലാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇങ്ങനെയുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ച് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ ഏരിയ ഇവിടെ സ്റ്റാർട്ടിങ് നമുക്ക് ജസ്റ്റ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ A1 V1 = A2 V2. അത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വെരി സിമ്പിൾ പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം ടീം 2016 പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. വെരി സിമ്പിൾ പ്രോബ്ലമാണ്. ഇനി ഹൊറിസോണ്ടൽ പൈപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ആണ്. വാട്ടർ ഫ്ലോസ് വിത്ത് എ വെലോസിറ്റി ഓഫ് 1 meter per second at a point where the diameter of the pipe is 20 centimeters. The velocity of water in meter per second at the point where the diameter of the pipe is 5 centimeter. സോ ഒരു ഹൊറിസോണ്ടൽ പൈപ്പാണ്. സോ ഫസ്റ്റ് ഡയമീറ്റർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ
സ്റ്റാർട്ടിംഗ് ഡയമീറ്റർ പറഞ്ഞിട്ടുണ്ട് എന്ത് 20 സെൻറ്റിമീറ്റർ. ബെറ്റർ ടു കീപ്പ് ഇറ്റ് as 0.2 ആക്കാം. 0.2 മീറ്റർ. ഇവിടുത്തെ എത്രയാണ് 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.05 മീറ്റർ. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ, ഇതിൻ്റെ വെലോസിറ്റി ദിസ് ഈസ് d1, ദിസ് വൺ ഈസ് d2. ഇത് ഫസ്റ്റ് സെക്ഷൻ, ഇത് സെക്കൻഡ് സെക്ഷൻ ആണെങ്കിൽ സോ v1 എത്രയാണ് പറഞ്ഞേക്കുന്നത്, v1 ഈസ് 1 മീറ്റർ പെർ സെക്കൻഡ്, v2 ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് v2. സോ അപ്ലൈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി a1 v1 ഈസ് ഈക്വൽ ടു a2 v2. നിങ്ങൾ ഈ സ്റ്റേജിലെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് മീൻസ് a1 v1 ഈസ് ഈക്വൽ ടു a2 v2. വാട്ട് ഈസ് a1? a1 ഈസ് π/4 ഇൻറ്റു d1 സ്ക്വയർ. 0.2 ഇൻറ്റു 0.2 ഈസ് ഈക്വൽ ടു a ഇൻറ്റു v2 ഇൻറ്റു v1 എത്ര 1 ഈസ് ഈക്വൽ ടു a2 എത്ര π/4 ഇൻറ്റു 0.05 ഇൻറ്റു 0.05 ഇൻറ്റു v2. സോ ഈ π/4 ക്യാൻസൽ ചെയ്യാം. v2 ഈസ് ഈക്വൽ ടു 0.2 ഇൻറ്റു 0.2 ഡിവൈഡ് ബൈ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെ സെൻറ്റിമീറ്ററിലാണെങ്കിൽ തന്നെ നമുക്കത് ചെയ്യാം. സ്റ്റിൽ നമുക്കത് നോക്കാം. പോയിൻ്റ് എല്ലാം മാറ്റി കൊടുക്കാം. സോ 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 20, രണ്ടും താഴെ 2 പോയിൻ്റ് ഉണ്ടല്ലോ. സോ 20 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 5 അല്ലേ. സോ I4 20. സോ 4 16 16 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ വെലോസിറ്റി ഉണ്ടോ. ഓക്കെ, 16 മീറ്റർ പെർ സെക്കൻഡ് ഈസ് v2. ആൻസർ ഈസ് ഇ. വെരി സിമ്പിൾ. a1 v1 ഈക്വൽ ടു a2 v2. ഹൊറിസോണ്ടൽ പൈപ്പാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും നോക്കാനില്ല. a1 v1 ഈക്വൽ ടു a2 v2. സോ a1ൻ്റെ ഡയ തന്നിട്ടുണ്ട്. ഈവൻ ഇഫ് യു ആർ പുട്ടിങ് 2 സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്ററിൽ ഇടുന്നതിനും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ പോയിൻ്റ് മാറ്റുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബട്ട് എനിവേ വേറെ അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് 0.014 അങ്ങനെയൊന്നും തന്നിട്ടില്ല. 0.016 എന്നൊന്നും തന്നിട്ടില്ല. സോ യു വിൽ ഷുവർലി ഗെറ്റ് ദ ആൻസർ. അത് അങ്ങോട്ട് ഡിവൈഡ് π/4 ക്യാൻസൽ ചെയ്ത് π/4 d2 d തന്നെയല്ലേ തന്നിരിക്കുന്നത്. ഡയമീറ്റർ ഫസ്റ്റ് സെക്ഷനിൽ ഡയമീറ്റർ വെലോസിറ്റി തന്നിട്ടുണ്ട്, സെക്കൻഡ് സെക്ഷനിൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്. യു നീഡ് ടു ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് ദ സെക്കൻഡ് സെക്ഷൻ. സോ ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലമേ ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ളൂ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ചിട്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇനി പഠിക്കാനുള്ളത് നമ്മുടെ മെയിൻ സാധനം ഇതിനകത്ത് എന്താണ്, ബർണോളിസ് ഇക്വേഷൻ. അതിൽ വെച്ചിട്ടാണ് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് വരുന്നത്. സോ ദാറ്റ് ഇസ് ദ ബേസിക് ഇക്വേഷൻ. അത് നിങ്ങൾ ഏതെങ്കിലും ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴും യു ഹാവ് ടു ഫോളോ ദാറ്റ് ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലെറ്റ് us go to നെക്സ്റ്റ് ടോപ്പിക്ക്. ഒരു കാര്യം കൂടെ ഈ a1 v1 പറയാം. കാരണം ഞാൻ കീമിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് കണ്ടിട്ടില്ല. ബട്ട് ക്യുസാറ്റിലോ എങ്ങനെ വേറെ എന്തെങ്കിലും നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ചിലപ്പോൾ VITയിലോ ഒക്കെ പോകുമ്പോൾ വന്നാൽ ഇങ്ങനെ ഒരു സാധനം വന്നു, ഇങ്ങനെ രണ്ടായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ ഹിയർ ഇറ്റ് ഈസ് Q1 Q. സോ ഇറ്റ് ഈസ് Q1 Q2. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ a1 ഇത് 1 ആണെന്ന് കരുതുക. ദിസ് സെക്ഷൻ 2, ദിസ് ഈസ് സെക്ഷൻ 3. സോ നമുക്കിവിടെ a1 v1 ഈസ് ഈക്വൽ ടു a2 v2 പ്ലസ് a3 v3 കേട്ടോ. ഇത് രണ്ടും കൂടെ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ Q വരുന്നത്. Q നമുക്കറിയാമല്ലോ, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ടൈം. സോ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. a1 v1 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴേ ഇതിവിടെ വരത്തുള്ളൂ. സെയിം. ഓക്കെ, നമ്മുടെ നോർമൽ കേസിൽ ഒരു സിംഗിൾ പൈപ്പ് തന്നെ ആണെങ്കിൽ ഇവിടെ രണ്ടിടത്തും a1 v1 ഈസ് ഈക്വൽ ടു a2 v2 വരും. ബട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കേണ്ടത്. അത് ഇതേമാതിരി തന്നെ എടുത്താൽ മതി. ബട്ട് അത് രണ്ടും ആഡ് ചെയ്തിട്ട് എടുക്കണം. അത് മാത്രം ഒന്ന് ഓർത്താൽ മതി. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അത് നമുക്ക് ഇവിടെ മാത്രമല്ല ഹയർ സ്റ്റഡീസിൽ പോകുമ്പോഴും നമുക്ക് ഇത് യൂസ്ഫുൾ ആണ്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി. ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി. ഇപ്പോൾ ഇത് ചിലപ്പം ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ഓർ ബെർണോളിസ് തിയറം. അതായത് കൺസർവേഷൻ ഓഫ് എനർജിയാണ് നമ്മൾ ഇതിൽ ഫോളോ ചെയ്യുന്നത്. അപ്പം ബേസ്ഡ് ഓൺ അല്ലെങ്കിൽ ആസ് പെർ ബെർണോളിസ് തിയറത്തിൽ എന്താ പറയണത്, പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് കൈനറ്റിക് എനർജി പെർ ഇതേമാതിരി തന്നെ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലോ ഈസ്
ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പം ഒരു ഫ്ലോ ഉണ്ട്, ഏതെങ്കിലും ഒരു ഫ്ലോ ഇങ്ങനെ ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ അവിടുത്തെ this is diameter, this is velocity 1 1, this is also velocity 2, diameter 2. അപ്പോൾ അവിടുത്തെ എന്താണ്, അവിടുത്തെ നമ്മുടെ പ്രഷർ എനർജി, വാട്ട് ഈസ് എ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഇവിടുത്തെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പിന്നെ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഏത് പോയിന്റിലെടുത്താലും ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. സോ അത് വെച്ചിട്ട് നമ്മുടെ പ്രഷർ എനർജി എന്ന് പറയുന്നത്, നമുക്ക് ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി P1, ഇവിടെ നമുക്ക് പ്രഷർ P2, ഈ ഹൈറ്റ് H ആണ് നമ്മുടെ, ഇവിടെ ഇത് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഹൈറ്റ് ഇല്ല, ഇറ്റ് ഈസ് 0. ഇത്രയൊക്കെ നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ. ഇപ്പം ഈ ലിക്വിഡ് സെയിം ലിക്വിഡ് ആയിരിക്കുമല്ലോ എല്ലായിടത്തോടെ ഒഴുകുന്നത്. സോ ദാറ്റ് ഈസ് റോ. സോ P1 പ്ലസ് ദാറ്റ് ഈസ് അവർ പ്രഷർ ഹെഡ്. ഇനി നമ്മുടെ വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് mv² അല്ലേ, ഹാഫ് റോ ഇൻറ്റു P1² പ്ലസ് പിന്നെ നമ്മുടെ ഇതിൻ്റെ പ്രഷർ ഹെഡ്, നമ്മുടെ ഈ ഹെഡ് ഹൈറ്റ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് റോ ജി എച്ച് അല്ലേ, റോ ജി H1. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് പോയിന്റ്, ഈ പോയിന്റിലെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ H2 പ്ലസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2² പ്ലസ് റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് H 0 ആയതുകൊണ്ട് വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് 0. ഇവിടെ വന്നിട്ട് നമുക്ക് H ഉണ്ട്. ഓക്കെ, സോ P1 ഇൻറ്റു ഹാഫ് ഇൻറ്റു കേട്ട് എഴുതണം ഇവിടെ, P1 ഇൻറ്റു 1/2 ഇൻറ്റു P1 പ്ലസ് ഹാഫ് ഇൻറ്റു റോ V1² പ്ലസ് റോ ജി H1. ഇതാണ് അറ്റ് എ പോയിൻറ്റ് P, അറ്റ് എ പോയിൻറ്റ് 1 P2 പ്ലസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2² പ്ലസ് റോ ജി H2. ഇതാണ് നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇത് ഏത് പോയിന്റിലെടുത്താലും ഈ സം ഓഫ് പ്രഷർ എനർജി, സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി, സം ഓഫ് കൈനറ്റിക് എനർജി ഈസ് കോൺസ്റ്റൻറ്റ്. സോ ദാറ്റ് ഈസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് എന്ത് എഴുതാം, എല്ലാത്തിനെയും കൊണ്ടൊന്ന് റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ P/റോ ജി പ്ലസ് ഇതിനെ റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരും, ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V1² റോ ജി. അപ്പോൾ ഇത് വെട്ടിപ്പോൾ, അപ്പോൾ ഹാഫ് ഇൻറ്റു V1² ജി അല്ലേ പ്ലസ് H1 ഈസ് ഈക്വൽ ടു P2/റോ ജി പ്ലസ് ഹാഫ് ഇൻറ്റു V2² ജി പ്ലസ് H2. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം, ഇങ്ങനെ നമുക്ക് ലോ ഓഫ് ടോട്ടൽ എനർജി ബൈ വോളിയം. സോ വാട്ട് എവർ ഈസ് ഇറ്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് ഈസ് പ്രഷർ ഹെഡ്. ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദിസ് ഈസ് പ്രഷർ ഹെഡ്, ദിസ് ഈസ് നമ്മുടെ വെലോസിറ്റി ഹെഡ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി അവർ പൊട്ടൻഷ്യൽ ഹെഡ്. സോ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എല്ലാം ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് എ കോൺസ്റ്റൻറ്റ് എവറി പോയിന്റ്. അറ്റ് എവറി പോയിന്റ് ഓഫ് ദിസ് ഫ്ലോ നമുക്ക് എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. സോ ഇൻ എ ലാമിനാർ ഫ്ലോ, സ്റ്റഡി ഫ്ലോ, സോ അവിടുത്തെ കേസിൽ നമ്മുടെ ഈ പ്രഷർ ഹെഡ് എന്നെങ്ങാനും ചോദിച്ചാൽ P/, എല്ലായിടത്തിൻ്റെയും H. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഹെഡ്. ദിസ് വൺ ഈസ് വെലോസിറ്റി ഹെഡ്, ദിസ് വൺ ഈസ് പ്രഷർ ഹെഡ്. നോർമലി ദിസ് ഈസ് ദ ഇക്വേഷൻ P1 പ്ലസ് ഹാഫ് ഇൻറ്റു റോ V1² പ്ലസ് റോ ജി ഇൻറ്റു H1. സോ ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. അതിന് നമ്മൾ എല്ലാത്തിനും റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് P/റോ ജി പ്ലസ് ഹാഫ് ഇൻറ്റു V1² ജി പ്ലസ് H1 ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ ദിസ് ഈസ് പ്രഷർ ഹെഡ്, ദിസ് ഈസ് വെലോസിറ്റി ഹെഡ്, ദിസ് ഈസ് പൊട്ടൻഷ്യൽ ഹെഡ്. സോ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം ഈ പൈപ്പ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ടല്ലേ അങ്ങനെ വന്നത്. ഇഫ് ദ പൈപ്പ് ഈസ് ഒറിസോണ്ടൽ ആയിട്ടുള്ളൊരു പൈപ്പാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് വരും, ഒറിസോണ്ടൽ പൈപ്പാണ് നമ്മൾ നേരത്തെ എടുത്ത കേസിൽ ഒരു ഒറിസോണ്ടൽ പൈപ്പാണ്, വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അല്ലെ ഇങ്ങനൊരു ഹൊറിസോണ്ടൽ പൈപ്പാണ് തന്നിരിക്കുന്നതെങ്കിൽ വളവൊന്നുമില്ല, ഹൊറിസോണ്ടൽ പൈപ്പാണ്. ഇപ്പോൾ ഇവിടെ പ്രഷറുണ്ട്, ഇവിടെ പ്രഷറുണ്ട്, ബട്ട് ഹൈറ്റിൻ്റെ കേസിൽ ഇത് 0 ആയിരിക്കും അല്ലേ. പ്രഷർ ഇവിടെ P1 ഉണ്ട്, റോ ഉണ്ട്, P1 A1 ഉണ്ട്, V1 ഉണ്ട്, പ്രഷർ 1 എല്ലാം ഉണ്ട്. ഇവിടെയും A2 ഉണ്ട്, P2 ഉണ്ട്, V2 ഉണ്ട്. ബട്ട് ഹൈറ്റിൻ്റെ കേസിൽ
നമുക്കിവിടെ ഏതെങ്കിലും ഒരു ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് സെയിം ആവുന്നതുകൊണ്ട് നമുക്കിത് ഡേറ്റ ഇത് സെൻറ്ററായിട്ട് ഡേറ്റ എടുക്കാം. സോ ഹിയർ വി വോണ്ട് ഗെറ്റ് ദിസ് വൺ. ഈ പ്രഷർ ഹെഡും നമ്മുടെ വെലോസിറ്റി ഹെഡും മാത്രമേ ഹൊറിസോണ്ടൽ പൈപ്പിൻ്റെ കേസിൽ ഉണ്ടാവാറുള്ളൂ. അതൊന്ന് ഓർത്താൽ മതി. അങ്ങനെ ഹൊറിസോണ്ടൽ പൈപ്പ് എന്നാണ് തരുന്നതെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഹെഡ് എടുക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് കീം 2025 പ്രോബ്ലം ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ഇത് കണ്ട് പേടിക്കരുത്. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പൽ, ബെർണോളിസ് തിയറം നമുക്ക് അറിയാമെങ്കിൽ വി ക്യാൻ ഈസിലി ഡു ദിസ് പ്രോബ്ലം. ഓക്കെ, ആൻ ഇൻകംപ്രസിബിൾ ലിക്വിഡ് ഫ്ലോസ് ത്രൂ എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് ക്ലോസ്. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ്. അപ്പം സ്റ്റഡി ഫ്ലോ എന്നൊക്കെ വിചാരിക്കാം. ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ എ. അതിൻ്റെ ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ എ എന്ന് പറയുന്നുണ്ട് അറ്റ് വൺ എൻഡ്. ഒരു എൻഡിൽ എ എന്ന് പറയുന്നുണ്ട് ആൻഡ് 2A അറ്റ് ദ അതർ എൻഡ്. അപ്പോൾ ഒരു എൻഡിൽ എ ആണ്, മറ്റേത് വലുതായിട്ട് പോകുന്നത് 2A ആണ് അപ്പുറത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇഫ് ദ പ്രഷർ ആൻഡ് വെലോസിറ്റി ഓഫ് ദ ലിക്വിഡ് അറ്റ് ദ ലോവർ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് വെച്ചാൽ എ ഉള്ളിടത്തെ പ്രഷറും വെലോസിറ്റിയും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? P and V. If P and V are the pressure and velocity at the lower cross sectional area എന്ന് വെച്ചാൽ എ ഉള്ളിടത്ത്, then the value of the other end. അങ്ങനെയാണെങ്കിൽ പിൻ്റെയും വിൻ്റെയും വാല്യൂ അതർ എൻഡിൽ ചോദിച്ചേക്കുന്നത്. ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇസ് ഗിവൺ ആസ് റോ. അപ്പം നമുക്കതൊന്ന് വരയ്ക്കാം. ഒരിടത്തെ ഏരിയ എ ആണെങ്കിൽ മറ്റിടത്തെ ഏരിയ എത്ര പറയുന്നത്? 2A. ഇത് ആക്ച്വലി ഒരു ഹൊറിസോണ്ടൽ പൈപ്പ് എന്ന് പറയുന്നുണ്ട്. സോ ദിസ് ഈസ് എ ഹൊറിസോണ്ടൽ പൈപ്പ് ആൻഡ് ദിസ് ഈസ് സെക്ഷൻ 1, സെക്ഷൻ 2. ഇവിടുത്തെ A1 ഈസ് ഈക്വൽ ടു എ എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് പി എന്ന് പറയുന്നത്? പ്രഷർ. P1 എന്ന് പറഞ്ഞാൽ പി തന്നിട്ടുണ്ട്. വെലോസിറ്റി 1 ഈസ് ബി. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്, പ്രഷർ ആൻഡ് വെലോസിറ്റി. അതുപോലെ തന്നെ മറ്റിടത്തെ ഇതേമാതിരി സാധനം കാണണം. മറ്റിടത്ത് A2 എന്ന് പറയുന്നത് എത്രയെന്ന് പറയുന്നത്? 2A. A2 ഈസ് ഈക്വൽ ടു 2A. വി നീഡ് ടു ഫൈൻഡ് P2 ഈസ് വാട്ട്? പിന്നെന്താ ചോദിച്ചേക്കുന്നത്? വെലോസിറ്റി. വെലോസിറ്റി 2 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എടുക്കാം. ആസ് പെർ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി A1 V1 is equal to A2 V2. A1 എത്ര ഇവിടെ? A. V1 V is equal to A2 എത്രയാ? 2A into V2. So what is V2? A ക്യാൻസൽ ചെയ്യാം. V2 is equal to V by 2. So V2 നമുക്ക് കിട്ടി. V2 ആണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. സോ V2 ഓക്കെ, ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ V2 എന്ന് പറഞ്ഞാൽ V by 2 ആണ്, ബിയിൽ V ആണ്, ഡിയിൽ V, സിയിൽ V by 4. ഇവിടെ ഒന്നും തന്നിട്ടില്ല. സോ ദാറ്റ് മീൻസ് 0. സോ ഇപ്പം തന്നെ നമുക്കറിയാം ഓപ്ഷൻ ഈസ് എ. ഇത് മാത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് സോൾവ് ചെയ്യാം. മറ്റത് ഇനി നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. ഫോർ അവർ എഡ്യൂക്കേഷണൽ പർപ്പസ് നമുക്കതൊന്ന് നോക്കിയേക്കാം. ഇത് രണ്ടായിരുന്നു. ഓക്കെ, വാട്ട് ആർ ദീസ്? നമുക്ക് പ്രഷർ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ വെച്ചിട്ട് ആസ് പെർ ബെർണോളിസ് തിയറം എന്താണ്? പ്രഷർ ഹെഡ്, ദാറ്റ് ഈസ് പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ്, പിന്നെ നമ്മളുടെ പൊട്ടൻഷ്യൽ ഹെഡ്. ഇത് മൂന്നും ഇവിടെ അറ്റ് എ പോയിന്റ് 1 ഈസ് ഈക്വൽ ടു ദ സെയിം ഇൻ ദ അതർ. സോ P1 പ്ലസ് ഹാഫ് ഇൻറ്റു റോ V1 സ്ക്വയർ പ്ലസ് റോ G H1 ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ G H2. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പൈപ്പ് ആയതുകൊണ്ട് നമുക്ക് H1 H2ന് ഡിഫറൻസ് ഇല്ല, ഹൈറ്റ് ഡിഫറൻസ് ഇല്ല. സോ ദിസ് പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. സോ ദർ ഇസ് നോ ഡിഫറൻസ്. സോ ഉള്ളി ഇത് മാത്രമേ ഉള്ളൂ. P1 പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് P1 പ്രഷർ? ഈസ് P പ്ലസ് ഹാഫ് ഇൻറ്റു റോ. സെയിം വാട്ടറാണ്, സെയിം ഫ്ലൂയിഡാണ് എല്ലായിടത്തും പോകുന്നത്. സോ റോ ഈസ് സെയിം. സോ റോ ഓഫ് വാട്ടർ റോ ആയിട്ട് എടുക്കാൻ പറ്റും, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് റോ ആയിട്ട് എടുക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് റോ. V1 എത്രയാണ് നമുക്ക് കിട്ടിയത്? V1 ഈസ് V. സോ V സ്ക്വയർ ഇതില്ലല്ലോ. സോ ഈക്വൽ ടു നമുക്ക് പ്രഷർ 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. P2 പ്ലസ് ഹാഫ് ഇൻറ്റു റോ അങ്ങനെ തന്നെ എഴുതുക. റോ സെയിം ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ്. ഇനി V2 നമുക്ക് കിട്ടിയല്ലോ. V2 ഈസ് V by 2 ദ ഹോൾ സ്ക്വയർ. സോ V by 2 ദ ഹോൾ സ്ക്വയർ. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനത്തിനെ ഒരിടത്തേക്ക് എടുക്കാം. P2 ഈസ് ഈക്വൽ ടു ഈ P ഇങ്ങനെ തന്നെ എടുക്കട്ടെ, പ്ലസ് ഹാഫ് ഇൻറ്റു റോ V സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V സ്ക്വയർ ബൈ 4. ഓക്കെ, സോ ഇനി ഇതിനെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. 1 മൈനസ് ഹാഫ് റോ V സ്ക്വയർ കഴിഞ്ഞിട്ട് 1/4. സോ ഇറ്റ് മീൻസ് P പ്ലസ് ഹാഫ് ഇൻറ്റു റോ V സ്ക്വയർ ഇൻറ്റു 1 4 കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 3/4. So that means P plus
3/8 rho v². സോ അതാണ് നമ്മുടെ പ്രഷർ അറ്റ് 2. P2 = P + 3/8 rho v². സോ ദാറ്റ് ഈസ് സെയിം. ഇതിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വിൽ ഗെറ്റ് ദ ആൻസർ. ഇൻ കേസ് 2 V2 തന്നിട്ടുണ്ടെങ്കിൽ ദെൻ അഗെയിൻ വി നീഡ് ടു ഫൈൻഡ് V2. അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടാണ്. ബട്ട് ഇറ്റ് ഈസ് സെയിം 2025 സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഈ സെയിം പ്രോബ്ലം വെച്ചിട്ട് ഒരു കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. കാരണം അത് വെച്ചിട്ട് കുറേ തിയറി ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ A1 ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടുത്തെ A1 A ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ ഏരിയ കൂടി. ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ P ആണ്, ഇവിടുത്തെ പ്രഷർ വേറെയാണ്, ഇവിടുത്തെ വെലോസിറ്റി V ആണ്. അപ്പോൾ വെലോസിറ്റി ഇവിടെ എന്തായി, അവിടെ വന്നപ്പോൾ V2 വെലോസിറ്റി Vൻ്റെ കുറവായി. അപ്പം ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും, നമ്മൾ പറഞ്ഞില്ലേ. സോ ഇവിടെ സ്ട്രീം ലൈൻസ് എങ്ങനെയായിരിക്കും? ഇവിടെ സ്ട്രീം ലൈന് വളരെ അടുപ്പിച്ചടുപ്പിച്ചായി ഇത് പോകുന്നത് അല്ലേ, ഇതിങ്ങനെ പോകുന്നു, ഇവിടെ ഇങ്ങനെ കൺവേർജ്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് വലുതായിട്ട് ഇതിൻ്റെ ഗ്യാപ്പ് വളരെ കൂടുതലാണ്. ഇവിടെ നിന്ന് ഒരു 4 എടുത്ത് ഇവിടെ ഒരു 4, 5, 6 എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്യാപ്പ് കൂടുതലാണ്. സോ ഹിയർ ദ വെലോസിറ്റി ഈസ് മോർ, ഏരിയ ഈസ് മോർ. അതുകൊണ്ട് വെലോസിറ്റി കുറവായിരിക്കും. ഈ അടുപ്പിച്ചടുപ്പിച്ചാകുമ്പോൾ എന്താകും, വെലോസിറ്റി കൂടുതലായിരിക്കും. ഈ ഏരിയ കുറയുന്നതനുസരിച്ച് വെലോസിറ്റി കൂടും. ബട്ട് പ്രഷറിൻ്റെ കേസ് വന്നു കഴിയുമ്പം ഇവിടെ PA ഉണ്ടായിരുന്നുള്ളൂ, മറ്റിടത്ത് പോയപ്പോൾ P+ ആയി. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലാണ് അല്ലേ, പ്രഷർ കൂടുതലാണ്. അതുകൊണ്ടാണ് ചെറിയ പ്രഷറിൽ നിന്ന് വലിയ പ്രഷറിലേക്ക് വാട്ടർ പോകുന്നത്. സോ Pനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ്. ഇവിടെ PA ഉള്ളൂ. സോ ഇവിടെ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി.